കോടതിയിൽ സൂര്യയുടെ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള വാദം തുടരുകയാണ് കേട്ടോ. സുജിത് മേനോന്റെ വക്കീൽ പറയുന്നുണ്ട്, എന്റെ കക്ഷി സ്വദേശത്തും വിദേശത്തുമായിട്ട് ധാരാളം ബിസിനസ് നടത്തുന്ന ഒരു മാന്യനായ വ്യക്തിയാണ്. സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഇയാളെ ബിസിനസ് പാർട്ട്ണറായ സൂര്യദേവ് എന്നൊരു വ്യക്തി തന്ത്രപൂർവ്വം ചീറ്റ് ചെയ്യുകയാണ്. ഇവർ രണ്ടുപേരും 100 കോടി വിലമതിക്കുന്ന വില്ല പ്രോജക്റ്റിന് സൈൻ ചെയ്തു. ആ എഗ്രിമെന്റിന്റെ കോപ്പി ഞാൻ കോടതിയെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതും കോടതിയുടെ മുന്നിൽ കൊടുക്കുകയാണ് കേട്ടോ അദ്ദേഹം. ഈ എഗ്രിമെന്റ് പ്രകാരം 10 കോടി രൂപ സൂര്യദേവിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ജഡ്ജി അത് പരിശോധിക്കുന്നുണ്ട് ആ എഗ്രിമെന്റ്. വീണ്ടും അദ്ദേഹം തുടരാണ്. എഗ്രിമെന്റിൽ പറഞ്ഞ പ്രകാരം ഡേറ്റ് കഴിഞ്ഞ് 1 മാസം പിന്നിട്ടിട്ടും മേൽപ്പറഞ്ഞ വില്ല പ്രോജക്റ്റ് തുടങ്ങാനുള്ള യാതൊരു നടപടികളും സൂര്യദേവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. തുടങ്ങാൻ പോകുന്ന തന്റെ വില്ല പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പലതവണ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. സൂര്യദേവിനെ ഫോണിൽ കിട്ടുകയോ പരസ്പരം ഒന്ന് സംസാരിക്കാനോ എന്റെ കക്ഷിക്ക് കഴിഞ്ഞിട്ടില്ല. ബിസിനസ് തുടങ്ങാൻ കഴിയാത്തതിനാൽ അദ്ദേഹത്തിനുണ്ടായ നഷ്ടം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതുമാണ്. ബാങ്കിലെ ചില സുഹൃത്തുക്കൾ വഴി സൂര്യദേവിന്റെ അക്കൗണ്ടിൽ നിന്നും 10 കോടി രൂപ വിദേശ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് എന്ന വിവരം സൂര്യ അറിയാതാണ് ഇത് സംഭവിച്ചത് എന്നും സുജിത് മേനോന് അറിയാൻ കഴിഞ്ഞു. തുടർന്ന് താൻ വീണ്ടും ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന് മനസ്സിലായ എന്റെ വ്യക്തി സൂര്യദേവിനെതിരെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുകയായിരുന്നു. യുവർ ഓണർ, ഇവിടെ വിശ്വാസവഞ്ചന മാത്രമല്ല സംഭവിച്ചിരിക്കുന്നത്. ഈ ബിസിനസിന്റെ പിന്നാലെ നടന്നതിനെ തുടർന്ന് കോടികളുടെ നഷ്ടമാണ് എന്റെ കക്ഷിക്ക് സംഭവിച്ചിരിക്കുന്നത്. ആയതിനാൽ എന്റെ കക്ഷിക്കുണ്ടായ സമയനഷ്ടത്തിനും ലാഭനഷ്ടത്തിനും ഉചിതമായ നടപടി ഉണ്ടാകണമെന്നും അഡ്വാൻസായി കൊടുത്ത 10 കോടി രൂപയും വിശ്വസിപ്പിച്ച് വഞ്ചിച്ചതിനുള്ള നഷ്ടപരിഹാരവും എന്റെ കക്ഷിക്ക് കിട്ടണമെന്നും അദ്ദേഹത്തെ പറഞ്ഞു പറ്റിച്ച് ധനസമാഹരണം നടത്തിയതിന് ചീറ്റിംഗ് കേസ് നിലനിൽക്കുന്നുവെന്നും ഞാൻ ബോധിപ്പിക്കുന്നു എന്നൊക്കെ പറയാം കേട്ടോ വക്കീല്. എല്ലാം കേട്ടതിനു ശേഷം ജഡ്ജി മിസ്റ്റർ അർജുൻ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറയുമ്പോൾ അർജുൻ അവിടെ നിന്നും എണീറ്റ് വരികയാണ് കേട്ടോ. എന്നിട്ട് അർജുൻ സുജിത് മേനോട് ചോദിക്കുന്നു, സുജിത് മേനോൻ, താങ്കൾ ഞാൻ പറയുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ട് മറുപടി പറയണം. അപ്പോൾ പറയാം എന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ്. താങ്കൾക്ക് സൂര്യയെ എത്ര വർഷമായിട്ട് അറിയാം? ഏതാണ്ട് 2 വർഷമായിട്ട് അറിയാമെന്ന് അദ്ദേഹം മറുപടി പറയാണ്. എവിടെ വെച്ചാണ് സൂര്യ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ചോദിക്കുമ്പോൾ ഒരു ബിസിനസ് പാർട്ടിയിൽ വെച്ച് എന്നും സൂര്യയുടെ അമ്മ ജയനിർമ്മലയാണ് എനിക്ക് സൂര്യയെ പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ അർജുൻ ചോദിക്കുന്നത്, ഈ ജയനിർമ്മലയെ താങ്കൾ എപ്പോഴാണ് പരിചയപ്പെടുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കോൺഫറൻസിൽ വെച്ചിട്ടാണ്. അതിൽ എത്ര വർഷം മുൻപാ എന്ന് ചോദിക്കുമ്പോൾ 2.5 വർഷമായി കാണും എന്ന് സുജിത് മേനോൻ മറുപടി പറയാണ്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, അതായത് സൂര്യയെ പരിചയപ്പെടുന്നതിന്റെ 6 മാസം മുൻപാണ് ജയനിർമ്മലയെ നിങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പോൾ അതെ എന്ന് സുജിത് മേനോൻ പറയുന്നു. പിന്നീട് അർജുൻ ചോദിക്കേണ്ടത്, സൂര്യയുടെ അമ്മ ജയനിർമ്മലയെ താങ്കൾ അങ്ങോട്ട് പോയി പരിചയപ്പെട്ടതാണോ അതോ ജയനിർമ്മല താങ്കളെ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഒന്ന് ആലോചിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ജയനിർമ്മലയെ അങ്ങോട്ട് പോയി പരിചയപ്പെടുകയായിരുന്നു. അപ്പോൾ അർജുൻ ജഡ്ജിയോട് പറയുന്നുണ്ട്, പ്ലീസ് നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. പിന്നീട് അർജുൻ ചോദിക്കേണ്ടത്, ജയനിർമ്മലയെ താങ്കൾ അങ്ങോട്ട് പോയി പരിചയപ്പെടാൻ പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അതെ, കാരണമുണ്ടായിരുന്നു. ബിസിനസ് രംഗത്ത് ഒരു ലേഡി ഇത്രയും ബോൾഡായിട്ട് നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവരുടെ ആ ഒരു സ്മാർട്ട്നെസ് എനിക്കും എൻ്റെ ഫാമിലിക്കും ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ അവരെ അങ്ങോട്ടേക്ക് പോയി പരിചയപ്പെട്ടത്. പിന്നീട് അർജുൻ ചോദിക്കുന്നുണ്ട്, വിദേശത്തും സ്വദേശത്തുമായി ധാരാളം ബിസിനസ്സുള്ള താങ്കൾ എന്തുകൊണ്ടാണ് സൂര്യയെ പോലുള്ള ഒരാളെ പോയിട്ട് പരിചയപ്പെടാൻ കാരണം? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ആ വില്ല പ്രോജക്റ്റ് ഇഷ്ടമായതുകൊണ്ടും സൂര്യദേവ് ജയനിർമ്മലയുടെ മകനായതുകൊണ്ടും. അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട്, താങ്കളുടെ ഇതുവരെയുള്ള ബിസിനസ്സിൽ താങ്കൾ മറ്റാരുമായിട്ട് ഇതുവരെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തിയിരുന്നോ? അപ്പോൾ അദ്ദേഹം ഒന്ന് ആലോചിക്കണം. എന്നിട്ട് പറയുന്നുണ്ട്, ഉണ്ട് എന്ന്. അപ്പോൾ താങ്കൾക്ക് ആ ബിസിനസ് എല്ലാം പറഞ്ഞ സമയത്ത് തന്നെ നടത്താൻ കഴിഞ്ഞിരുന്നോ എന്ന് ചോദിക്കുകയാണ് അർജുൻ. ഇല്ല എന്നും അദ്ദേഹം തിരിച്ചു പറയാൻ കേട്ടോ. ഇതെല്ലാം കേട്ടതിനു ശേഷം അർജുൻ കോടതിക്ക് മുൻപാകെ പറയുകയാണ്, യുവർ ഓണർ, ഇദ്ദേഹം സൂര്യദേവുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാൻ വേണ്ടി സൂര്യയെ അങ്ങോട്ടാണ് സമീപിച്ചത്. അഡ്വാൻസ് പണം കൊടുത്തതും എഗ്രിമെന്റിൽ സൈൻ ചെയ്തതും ഇദ്ദേഹത്തിന്റെ താല്പര്യത്തിന്റെ പ്രകാരമാണ്. സുജിത് മേനോൻ അദ്ദേഹത്തിന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി സൂര്യയുമായിട്ട് ഒരു ബിസിനസ് കരാർ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് സുജിത് മേനോട് ചോദിക്കാൻ അർജുൻ. അപ്പോഴേക്കും എതിർഭാഗം വക്കീൽ ഇതിനെ എതിർക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് 2 പേർക്കും ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. 2 പേരുടെയും താല്പര്യപ്രകാരമാണ് എഗ്രിമെന്റിൽ സൈൻ ചെയ്തത്. മാത്രവുമല്ല അഡ്വാൻസായി കിട്ടിയ പണം എവിടെയോ ഉപയോഗം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിനെ എതിർത്തുകൊണ്ട് അർജുൻ പറയുകയാണ്, എന്റെ കക്ഷി സൂര്യദേവിനെതിരെ ഇവിടെ ആരോപിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം തികച്ചും അടിസ്ഥാനരഹിതമാണ്. മാത്രവുമല്ല എന്റെ കക്ഷിയെ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ട് കെട്ടിച്ചമച്ചതുമാണ്. വാദിഭാഗം വക്കീൽ പറഞ്ഞ പോലെ എഗ്രിമെന്റ് സൈൻ ചെയ്തതും തുടർന്ന് പറഞ്ഞ ഡേറ്റിന് എഗ്രിമെന്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ നടക്കാതെ വന്നതുമെല്ലാം സത്യമാണ്. അതേസമയം ഈ പ്രോജക്റ്റ് തുടങ്ങാൻ വേണ്ടി തനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് സൂര്യ സുജിത് മേനോന് ഫോൺ ചെയ്തിരുന്നു. പക്ഷേ സുജിത് മേനോനെ കിട്ടിയിരുന്നില്ല. തുടർന്ന് എന്താണ് നടന്നത് എന്നുള്ള കാര്യം സൂര്യ തന്നെ പറയും എന്നാൽ സൂര്യയുടെ മൊഴി കേൾക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കോടതി സന്മനസ് കാണിക്കണം എന്ന് പറയാണ്. അങ്ങനെ സൂര്യയുടെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ കോടതി ആവശ്യപ്പെടുകയാണ്. അങ്ങനെ സൂര്യ പറയുകയാണ്, എഗ്രിമെന്റ് പ്രകാരം പ്രോജക്റ്റ് തുടങ്ങാൻ തന്നെയായിരുന്നു
എൻ്റെ തീരുമാനം. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആണ് എന്നുള്ള സത്യം. പിന്നീടുള്ള ദിവസങ്ങൾ ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റിച്ചിരുന്നു. ഡോക്ടർ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിധി എഴുതുകയും ഞങ്ങളാകെ മെൻ്റലി ഡിപ്രസ്ഡ് ആവുകയും ചെയ്തു. ആ സമയത്ത് ഈ പ്രോജക്റ്റ് തുടങ്ങാനുള്ള സമയം അടുത്തിരുന്നു. കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ നടക്കാതിരുന്നതിനാൽ ഞാൻ എല്ലാ കാര്യങ്ങളും വെച്ച് സുജിത് മേനോന് ഒരു ലെറ്റർ മെയിൽ ചെയ്തിരുന്നു. കൂടെ അമ്മയുടെ അസുഖത്തിന് മെഡിക്കൽ റിപ്പോർട്ടും വെച്ചിരുന്നു. ഒരു 3 മാസം കൂടി നീട്ടിക്കിട്ടിയാൽ നന്നായിരുന്നു എന്ന് ഞാൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ എനിക്കതിന് മറുപടിയൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ അർജുൻ ചോദിക്കുന്നു, എന്താ സുജിത് മേനോൻ, സൂര്യ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ നിഷേധിക്കുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെ ഒരു മെയിൽ എനിക്ക് കിട്ടിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അതെന്താ, മെയിൽ നോക്കാറില്ല എന്ന് അർജുൻ ചോദിക്കുമ്പോൾ നോക്കാറുണ്ട്, പക്ഷേ ഈ പറഞ്ഞ രീതിയിലുള്ളൊരു മെയിൽ എനിക്ക് വന്നിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യ ഞാൻ മെയിൽ ചെയ്തിരുന്നു എന്ന് ഉറപ്പിച്ച് പറയാണ്. അർജുൻ പറയുന്നുണ്ട്, യുവർ ഓണർ, സുജിത് മേനോൻ ഈ പറയുന്നതെല്ലാം കള്ളമാണ്. ശേഷം അർജുൻ സൂര്യ അയച്ച മെയിലിൻ്റെ കോപ്പിയും ജയയുടെ മെഡിക്കൽ റിപ്പോർട്ടും കോടതിക്ക് മുൻപാകെ സമർപ്പിക്കുകയാണ്. ജഡ്ജി അത് വ്യക്തമായിട്ട് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് അർജുൻ പറയാണ്, സ്വന്തം തൊഴിലിനോട് ആത്മാർത്ഥതയും ഉത്തരവാദിത്തവുമുള്ള വ്യക്തിത്വമാണ് എൻ്റെ കക്ഷി. നാളിതുവരെ ബിസിനസ് രംഗത്ത് തൻ്റെതായ നേട്ടങ്ങൾ കൊണ്ടുവരികയും 2 തവണ കേരളത്തിലെ മികച്ച ബിസിനസ്മാനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സൂര്യയുടെ വളർച്ചയിൽ അസൂയയും പകയും ഉണ്ടായിരുന്ന സുജിത് മേനോൻ സൂര്യയെ അപകടത്തിൽപ്പെടുത്താനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ബിസിനസ് പ്രപ്പോസലുമായിട്ട് വന്നത്. സൂര്യയുടെ കമ്പനി ഇല്ലാതായാൽ ഇദ്ദേഹത്തിന്റെ മകൻ പുതുതായി ആരംഭിക്കുന്ന പ്രോജക്റ്റിനെ സൂര്യയുടെ ക്ലയൻസിനെ തട്ടിയെടുക്കുക എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. അപ്പോൾ ഇടയ്ക്ക് കയറിയിട്ട് സുജിത് മേനോന്റെ വക്കീല് എതിർക്കുന്നുണ്ടെങ്കിലും കോടതി അവരോട് നിശബ്ദമായി നിൽക്കാൻ പറയാൻ കേട്ടോ. പിന്നീട് കോടതി അർജുനോട് ചോദിക്കുകയാണ്, മിസ്റ്റർ അർജുൻ, താങ്കൾ പറഞ്ഞ പ്രകാരം സൂര്യയെ അപകടപ്പെടുത്തിയിട്ട് ബിസിനസ് തട്ടിയെടുക്കാൻ നോക്കുകയാണെങ്കിൽ അദ്ദേഹം എന്തിന് അഡ്വാൻസ് സൂര്യക്ക് കൊടുക്കണം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അർജുൻ പറയുന്നത്, യുവർ ഓണർ, ആ പണം അപഹരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അദ്ദേഹം അഡ്വാൻസ് കൊടുത്തത്. സൂര്യയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും സുജിത് മേനോൻ നന്നായിട്ട് അറിയാമായിരുന്നു. പണം അക്കൗണ്ടിൽ കൊടുത്തതും സൂര്യ അത് സ്വീകരിച്ചതും ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ഈ കേസ് കൊടുത്ത് കൃത്യം ഒരാഴ്ച മുൻപ് വരെ സൂര്യ ഇയാൾ കൊടുത്ത പണം സൂര്യയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് അർജുൻ പറയട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ സുജിത് മേനോൻ എതിർക്കാണ്. നോ, ഈ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്, ഞാനെതിരെ സൂര്യയെ പറ്റിക്കണം. അപ്പോൾ ജഡ്ജി പറയുന്നുണ്ട്, സൈലൻസ്, ചോദിക്കുമ്പോൾ മാത്രം മറുപടി പറഞ്ഞാൽ മതി. അപ്പോൾ അദ്ദേഹത്തിന്റെ വക്കീൽ എണീറ്റ് പറയുന്നുണ്ട്, ക്ഷമിക്കണം യുവർ ഓണർ, എന്റെ കക്ഷി ആവശ്യമില്ലാത്ത കുറ്റങ്ങൾ ചുമത്തി അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കാനാണ് അർജുൻ ശ്രമിക്കുന്നത്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, യുവർ ഓണർ, എന്താണ് ഇതിന്റെ പിന്നിലെ കഥ എന്ന് ഞാൻ വ്യക്തമാക്കാം. ഇത് 3 വർഷം മുൻപ് നടന്ന സംഭവമാണ്. സൂര്യനെ ആദ്യത്തെ ബിസിനസ്മാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസം വിരലിലെണ്ണാവുന്ന പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ ആ സ്ഥാനം നഷ്ടപ്പെട്ട ഒരാളുണ്ടായിരുന്നു. ഒരു രോഹിത് മേനോൻ എന്ന് പറയുമ്പോൾ സുജിത് മേനോൻ ആകെ ഷോക്കായി നിൽക്കാൻ കേട്ടോ. ഈ നിൽക്കുന്ന സുജിത് മേനോന്റെ മകൻ എന്ന് അർജുൻ പറയുമ്പോൾ അദ്ദേഹം ആകെ വിറഞ്ഞ് താഴേക്ക് നോക്കി നിൽക്കുകയാണ്. ദേവനും ഭാവനയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയാത്ത വിധത്തിൽ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത്ഭുതത്തോടെ. അവിടെ സൂര്യദേവൻ എന്ന ബിസിനസ്മാനെ ശത്രുക്കൾ കൂടുതലായിരുന്നു. അന്ന് മുതൽ സൂര്യക്കെതിരെ എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു സുജിത് മേനോനും മകൻ രോഹിത് മേനോനും. എന്നാൽ തൊട്ടടുത്ത വർഷവും, അതായത് കഴിഞ്ഞ വർഷവും സൂര്യ തന്നെ ഒന്നാമതായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് വാശി കൂടി. അങ്ങനെയാണ് സൂര്യയോടൊപ്പം ബിസിനസ് പാർട്ട്ണറായതും അവസരം മുതലെടുത്ത് സൂര്യക്കെതിരെ കേസ് കൊടുത്ത് അപകടത്തിൽപ്പെടുത്തിയതും. ഇതെല്ലാം കേൾക്കുമ്പോൾ സുജിത് മേനോൻ നിന്ന് വിയർക്കാണ്ട് അദ്ദേഹം വല്ലാണ്ടാവുന്നുണ്ട്. സൂര്യയെ മനഃപൂർവ്വം ട്രാപ്പിലാക്കാൻ വേണ്ടിയാണ് സൂര്യയുടെ അമ്മയെ അങ്ങോട്ട് പോയി ഇദ്ദേഹം പരിചയപ്പെട്ടതും പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞതും. ശരിയല്ലേ എന്ന് സുജിത് മേനോനോട് അർജുൻ ചോദിക്കാൻ. പിന്നീട് പറയുന്നുണ്ട്, 100% തൊഴിലിനോട് സത്യസന്ധത പുലർത്തുന്ന എൻ്റെ കക്ഷി സൂര്യദേവൻ സ്വന്തം അമ്മയ്ക്ക് ക്യാൻസർ ആണ് എന്നറിഞ്ഞപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് പതറിപ്പോയി. അവിടെ ബിസിനസ്സിനേക്കാളും മറ്റെന്തിനേക്കാളും വലുത് സ്വന്തം പെറ്റമ്മയാണെന്നുള്ള ബോധം ഈ ചെറുപ്പക്കാരനുണ്ടായി. എന്നിട്ടും തൻ്റെ അവസ്ഥ പാർട്ട്ണറിനെ സൂര്യദേവൻ അറിയിച്ചിരുന്നു. പക്ഷേ പാർട്ട്ണറുടെ ലക്ഷ്യം തൻ്റെ അധപതനമാണെന്ന് സൂര്യദേവന് അറിയില്ലായിരുന്നു. വീണ്ടും അർജുൻ പറയുന്നുണ്ട്, യുവർ ഓണർ, സുജിത് മേനോൻ സൂര്യദേവന് കൊടുത്ത അഡ്വാൻസ് 10 കോടി രൂപ സൂര്യയുടെ അക്കൗണ്ടിൽ നിന്നും മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയി എന്നറിഞ്ഞ കാര്യം സത്യം തന്നെയാണ്. അതിൻ്റെ പേരിൽ പോലീസിൽ കംപ്ലൈൻറ്റും കൊടുത്തിട്ടുണ്ട് എന്ന് കരുതി സുജിത് മേനോന് തന്ന് ക്യാഷ് കൊടുക്കാൻ സൂര്യദേവന് യാതൊരു തടസ്സമോ അവധിയുടെയോ ആവശ്യമില്ല. 25 രൂപയായാലും കൊടുക്കാനുള്ള ആസ്തി ഇന്ന് സൂര്യദേവനുണ്ട്. സുജിത് മേനോൻ തട്ടിയെടുക്കപ്പെട്ടു എന്ന് പറയുന്ന 10 കോടി രൂപ സൂര്യയുടെ അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് ആരുടെ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണെന്ന് പോലീസ് കണ്ടുപിടിക്കണം. ഇതൊരു ബിസിനസ് തർക്കമാണ്. പ്രോപ്പർ ആയിട്ടുള്ള എഗ്രിമെന്റും സൈൻ ചെയ്തിട്ടുണ്ട്. ആ എഗ്രിമെന്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രോജക്റ്റിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടായാൽ എഗ്രിമെന്റിൽ പറഞ്ഞ രൂപയുടെ 2% മാത്രമേ എക്സ്ട്രാ പേയ്മെന്റ് ആകുന്നത്. അതായത് ഇപ്പം മുടക്കിയിട്ടുള്ള 10 കോടി രൂപയുടെ 2%-ആയ 2 ലക്ഷം രൂപ മാത്രമേ എക്സ്ട്രാ പേയ്മെന്റ് ആയിട്ട് തിരിച്ചു നൽകേണ്ടത്. അത് നൽകാൻ സൂര്യ തയ്യാറുമാണ്. ശേഷം ജഡ്ജി പറയുന്നുണ്ട്, മിസ്റ്റർ അഡ്വക്കേറ്റ്, നിങ്ങളുടെ എഗ്രിമെന്റ് പ്രകാരമുള്ള തുക നൽകാൻ സൂര്യ തയ്യാറാണ്. അതിനുള്ള കോമ്പൻസേഷൻ നൽകാനും തയ്യാറാണ്. പിന്നെ ഈ കേസിന്റെ റെലവൻസ് എന്താണ്?
ഇങ്ങനെ ചോദിക്കുമ്പോൾ സുജിത് മേനോന്റെ വക്കീൽ പറയുന്നുണ്ട്, യുവർ ഓണർ, ഇതൊരു ചീറ്റിംഗ് കേസാണ്. IPC 24 പ്രകാരമാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജഡ്ജി പറയുന്നത് ഇതൊരു പോലീസിന്റെ ചാർജ് അല്ലേ, അത് പരിഗണിക്കണമോ വേണ്ടേ എന്ന് കോടതിയാണ് തീരുമാനിക്കുന്നത്. ഈ കേസിന്റെ നടപടികൾ ഉച്ചയ്ക്ക് ശേഷം തുടരുന്നതാണ് എന്ന് അവസാനം ജഡ്ജി പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും ഒന്ന് പുറത്തു പോകുന്നുണ്ട്. വീണ്ടും കോർട്ട് കൂടുകയാണ് കേട്ടോ. ജഡ്ജി പറയുകയാണ്, ഈ കേസിന്റെ നാൾ വഴികൾ പരിശോധിച്ചതിൽ നിന്ന് ഹാജരാക്കിയ തെളിവുകൾ വെച്ച് ഇതൊരു മണി ലാൻഡറിംഗ് കേസായിട്ടോ പോലീസ് FIR രേഖപ്പെടുത്തിയ ക്രിമിനൽ കേസായിട്ടോ ഇതിനെ പരിഗണിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞതും സൂര്യക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അവൻ ചിരിക്കുകയാണ്. ആയതിനാൽ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള സൂര്യദേവനെ മേൽ ആരോപിക്കപ്പെട്ടുള്ള കുറ്റം നിലനിൽക്കുന്നതല്ല. സൂര്യദേവ് നിരപരാധിയാണ്. സുജിത് മേനോൻ ബിസിനസ് ആവശ്യങ്ങൾക്കായി നിക്ഷേപിക്കപ്പെട്ട പണം സൂര്യദേവ് ദുരുപയോഗം ചെയ്തതായിട്ട് തെളിയിക്കാൻ വാദിഭാഗം വക്കീലിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ സൂര്യദേവിന് കൊടുത്ത 10 കോടി രൂപ എഗ്രിമെന്റിൽ പറഞ്ഞ പ്രകാരം സുജിത് മേനോന് സൂര്യദേവ് തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഇന്നേക്ക് 15 ദിവസത്തിനകം അത് കോടതിയിൽ കെട്ടിവെക്കണമെന്ന് ഇതിനാൽ ഉത്തരവിടുന്നു. സൂര്യദേവിനെ നിയമാനുസൃതമല്ലാതെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തതിന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും എന്നും കോടതി പറയാൻ കേട്ടോ. ഇത് കേട്ടതും ആ SI ആകെ വിഷമത്തിലാവാൻ കേട്ടോ. അതേസമയം ഭാവനയും സൂര്യയും പൂജയും അർജുനും ഒക്കെ ഭയങ്കര സന്തോഷത്തിലുമാണ്. അതേസമയം സൂര്യയുടെ വീട്ടിലെ ജയക്കൊരു സമാധാനവുമില്ലട്ടോ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് മാനസ് ജയയുടെ അടുത്തേക്ക് വരുന്നത്. മാനസയെ കണ്ടതും ജയ ചോദിക്കുന്നുണ്ട്, മോളെ എന്തായിരിക്കും സൂര്യയുടെ അവസ്ഥ, അവൻ ജാമ്യം കിട്ടുമോ? എനിക്കാകെ ടെൻഷൻ ആവുകയാണ്. കാരണം അപ്പുറത്ത് നിൽക്കുന്ന സുജിത് മേനോൻ അദ്ദേഹം ഏത് വിധേനയും സൂര്യയെ കൊടുക്കാൻ നോക്കും. അദ്ദേഹത്തിന് അത്രയ്ക്കും പകമുണ്ടായിരിക്കും അവനോട് എന്നൊക്കെ പറയാണ്. അപ്പോൾ മാനസ് സമാധാനിപ്പിക്കുന്നുണ്ട്, ആൻറ്റി ഒന്ന് വിഷമിക്കാതിരിക്കേ, അങ്ങനെയൊന്നും സംഭവിക്കില്ല, സൂര്യ ജയിലിൽ നിന്ന് ഇറങ്ങുക തന്നെ ചെയ്യും, എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അവൾ ജയയോട് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവൾക്ക് സൂര്യ ഇറങ്ങി വരുന്നത് ആലോചിച്ചിട്ട് നല്ല ഭയമുണ്ട് മനസ്സിൽ. കാരണം ഈ കേസ് ഇനി എന്തൊക്കെ ആയി തീരും എന്ന് സൂര്യ എന്തായാലും തെളിയിക്കാതിരിക്കില്ല. അതുകൊണ്ട് തന്നെ താൻ അകത്ത് പോകേണ്ടി വരുമോ എന്ന ഭയം ഉള്ളിലുണ്ട്. അങ്ങനെ അവൾ മനസ്സിലും ആലോചിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് കോടതിയിലാണ് എല്ലാവരും പുറത്തിറങ്ങി ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഭാവന പറയുന്നുണ്ട്, പൂജ നിന്റെ ഭാഗ്യമാണ് അർജുനെ പോലുള്ള ഒരാളെ നിന്റെ ഭർത്താവായി കിട്ടിയത്. എന്നും നമുക്ക് താങ്ങും തണലുമായിട്ട് അർജുൻ ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ തന്നെ എനിക്കും സൂര്യക്കും ഒരു ആവശ്യം വന്നപ്പോൾ ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾ ഓടിയെത്തിയില്ലേ. മാത്രവുമല്ല സൂര്യ ഇത്രയും വലിയ കുരുക്കിൽ നിന്നും അർജുൻ ഇറക്കിയില്ലേ, എനിക്ക് സമാധാനമായി എന്നൊക്കെ പറയാണ്. അർജുനോട് എത്ര പറഞ്ഞാലും മതി വരാത്ത നന്ദിയുണ്ട് എന്നൊക്കെ പറയിക്കുന്നുണ്ട് കേട്ടോ. സൂര്യ ആവട്ടെ ഓടി വന്ന് അർജുനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അർജുൻ, നീയാടാ എൻ്റെ യഥാർത്ഥ ഫ്രണ്ട്, നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വീണ്ടും ജയിലിനകത്തായേനെ എന്നൊക്കെ പറയാണ്. സൂര്യ, നിന്നെ ഞാൻ അങ്ങനെ നിയമത്തിന് വിട്ടുകൊടുക്കുമോ? അതും ഒരു തെറ്റും ചെയ്യാത്ത നിന്നെ വെറുതെ ശിക്ഷിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. മാത്രവുമല്ല സുജിത് മേനോന്റെ ഫീഡ്ബാക്ക് ഞാൻ നന്നായിട്ട് പരിശോധിച്ചതാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മകനും നീയുമായിട്ടുള്ള കണക്ഷനും അവർക്ക് നിന്നോടുണ്ടായിരുന്ന വൈരാഗ്യ ബുദ്ധിയൊക്കെ മനസ്സിലായത്. അതുകൊണ്ട് തന്നെയാണ് ബാക്കി കാര്യങ്ങൾ ഞാൻ ജയിലിൽ വന്ന് നിന്റെ അടുത്ത് നിന്നും ചോദിച്ചറിയാനും കാരണം എന്നൊക്കെ പറയാണ്. എന്തായാലും നീ പുറത്തിറങ്ങിയല്ലോ, ഇനി നമുക്ക് ആ 10 കോടി രൂപ എവിടെ പോയി എന്നുള്ളതിന് ഒരു പരിഹാരം തന്നെ ഉടൻ കണ്ടെത്തണം. എൻ്റെ ബലമായ സംശയം ആ മാനസയാണ്. അവൾ തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിൽ. എന്തായാലും നീ വീട്ടിലെത്തിയ ശേഷം ഒന്ന് വാച്ച് ചെയ്ത് നോക്ക് അവളുടെ ഓരോ മൂവ്മെൻറ്റും. ഒരു പക്ഷേ നിനക്ക് തന്നെ കണ്ടുപിടിക്കാനാകും. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ നീ എന്നെ അറിയിക്കണം എന്നൊക്കെ അർജുൻ പറയാണ്. അങ്ങനെ അർജുനോടും പൂജയോടൊക്കെ യാത്ര പറഞ്ഞ് ദേവനും ഭാവനയും സൂര്യയും അവിടെ നിന്നും മടങ്ങാൻ കേട്ടോ. സൂര്യ വീട്ടിൽ വന്നിറങ്ങിയും ജയ ആകെ സന്തോഷത്തോടെ ഓടി ചെല്ലാൻ കേട്ടോ, മോനെ എന്ന് വിളിച്ചിട്ട്. എന്നിട്ട് സൂര്യയുടെ മുഖത്തൊന്നാകെ ജയ ഒന്ന് തലോടുന്നുണ്ട്. നിനക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോടാ, ഈ അമ്മക്ക് ഇതുവരെ ഒരു സമാധാനവും ഇല്ലായിരുന്നു, എന്തായിരിക്കും വിധി എന്നാലോചിച്ച്. എന്തായാലും ഇപ്പോൾ എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് സൂര്യയും കൊണ്ട് ജയ അകത്തേക്ക് കടക്കാൻ കേട്ടോ. അകത്താകട്ടെ മാനസ ആകെ ടെൻഷനോടെ നോക്കി നിൽക്കാൻ കേട്ടോ സൂര്യ വരുന്നത്.